മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു പാട്ടാണിത്. ഇതാ എനിക്ക് ചുറ്റും മുക്കുറ്റിയുണ്ട്, തിരുതാളിയുണ്ട്, പൂവാങ്കുറുന്നലുണ്ട്, എല്ലാ പൂക്കളും ഉണ്ട്. മലയാളിയുടെ മനസ്സിലെ എന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഈ വരികളിലെ മുക്കുറ്റിയും തിരുതാളിയും ദശപുഷ്പങ്ങളിൽപ്പെടുന്ന പൂക്കളാണ്. അതിൽ തിരുതാളി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, തലയിൽ തേച്ച് കുളിക്കുന്ന താളിയൊന്നുമല്ല. അത് അതിൻ്റെ ഒരു സ്വതേ ചില പേരുകൾ, ചിലത് രൂഢിയായിട്ട്, ചിലത് അന്വർത്ഥമായിട്ടെന്നൊക്കെ പറയും. രൂഢി എന്ന് പറഞ്ഞാൽ അതിന് ഒരു യുക്തി പറയാനില്ല. അന്വർത്ഥം എന്ന് പറയുമ്പോൾ ആ മരുന്നിൻ്റെ ഉപയോഗം എന്താണോ എന്ന് സൂചിപ്പിക്കുന്നതാണ് അന്വർത്ഥമായിട്ടുള്ളത്. ഇതങ്ങനെയില്ല. തിരുതാളി എന്നാണ് അതിൻ്റെ മലയാള ഭാഷ. ലക്ഷണ എന്നാണ് അതിൻ്റെ സംസ്കൃത വാക്ക്, ലക്ഷണ. അത് സാധാരണ ഈ ഗർഭം ധരിക്കാൻ വിഷമമുള്ള സ്ത്രീകൾക്ക്, ധരിച്ചാൽ പെട്ടെന്ന് കൂടെ അലസിപ്പോകുന്ന സ്ത്രീകൾക്ക് ഇതൊക്കെ ധാരാളം കൊടുക്കാറുണ്ട്. വളരെയധികം ഫലമുണ്ട്. പാൽക്കഷായമാണ് അതിൻ്റെ വിധി. തിരുതാളിയുടെ പേര് ഇട്ട് പാല് കാച്ചി കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ തന്നെ 2-3 ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പലപ്പോഴും 3-4 മാസം കൊള്ളുമ്പോൾ അബോർഷനായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഇത് കൊടുത്തിട്ട് വളരെയധികം ഫലങ്ങളുണ്ട്. ആർത്തവ രോഗങ്ങളിൽ സ്ത്രീകളിൽ കൃച്ഛ്രാർത്തവം, പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ, ലക്ഷ്മണാരിഷ്ടം എന്ന മരുന്നിൽ തിരുതാളി ശ്രേഷ്ഠമായി ചേരുന്നു. അത് വളരെ ഫലപ്രദമാണ്. സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ രോഗങ്ങളിൽ തിരുതാളി ധാരാളം ഉപയോഗിച്ചു വരുന്നു. ഭൂമിയിൽ തന്നെ മുട്ടുകളായി ഊന്നി നിന്ന് പടർന്ന് വളരുന്ന ഒരു തൃണവിശേഷമാണ് ഈ കറുക എന്ന് പറയുന്നത്. തൃണപഞ്ചമൂലത്തിൽ വളരെ പ്രാധാന്യത്തോടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഈ കറുകയുടെ രസം, ദൂർവാദി തൈലം, അതുപോലെ തന്നെ ദൂർവാരസം, അതുപോലെ ഹോമങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിശേഷമായിട്ട് പിറന്നാൾ ഹോമം എന്ന് പറയുന്ന ജന്മനക്ഷത്രങ്ങളിൽ ചെയ്യുന്ന ഹോമത്തിൽ കറുക ഹോമം എന്ന് പറയുന്ന ഒരു കർമ്മം തന്നെയുണ്ട്. ഈ കറുക ആയുസ് വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. ഈ ഒരു മുട്ടിൽ നിന്ന് മാത്രമേ ഇത് പൊട്ടിച്ചെടുക്കാനാവുള്ളൂ. സമ്പൂർണ്ണമായിട്ട് കറുകേനെ നശിപ്പിക്കാൻ യാതൊരു വഴിയില്ല. ഇതിൻ്റെ വേരിൻ്റെ ഒരു കഷ്ണമെങ്കിലും എവിടെയെങ്കിലും ഒരു ദിക്കിൽ നിന്നാൽ അത് വീണ്ടും വളർന്ന് ഒരു മുട്ടിൽ ഊന്നി നിന്ന് അങ്ങനെ ആയുസ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നുവോ അതുപോലെ തന്നെ കറുകയും ഇതുപോലെ നിയന്ത്രിക്കുന്നുണ്ട്. ഈ കറുകയെ 3 എടുത്ത് കൂട്ടിക്കെട്ടി നെയ്യിൽ മുക്കി ഹോമിക്കുക. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ പുറന്നാൾ ഹോമത്തിന്, ജന്മനക്ഷത്ര ഹോമത്തിന് വളരെ വിശേഷമാണ്. 12 വയസ്സ് വരെ അരിഷ്ടകാലമെന്നാണ് പറയുന്നത്. അതുവരെ ബാക്കിയുള്ള മൃത്യുഞ്ജയാദി ഹോമങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ ജനിച്ച ബാലകന് വേണ്ടിയിട്ട് ഈ കറുക ഹോമം എന്ന് പറയുന്ന കർമ്മമാണ് ഓരോ ജന്മനക്ഷത്രത്തിനും വിശേഷമായി ചെയ്യുന്നത്. ഓരോ കൊല്ലം തികയുന്ന ജന്മനക്ഷത്രത്തിനും ഓരോ മാസത്തിൽ നടക്കുന്ന ജന്മനക്ഷത്രത്തിനും ഈ കറുക കൊണ്ടുള്ള ഹോമം വളരെ വിശേഷമായിട്ട് സ്മാർത്ഥ പ്രയോഗങ്ങളിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആയുർവൃദ്ധികരവുമാണ്, അതുപോലെ ഐശ്വര്യമുണ്ടാക്കുന്നതാണ്. വിശേഷമായിട്ട് രാഹുപ്രീതിക്ക്, സർപ്പപ്രീതിക്ക് ഈ സമിത്ത്, ഈ ദൂർവാ സമിത്ത് വളരെ വിശേഷമായിട്ട് ഗ്രഹശാന്തി പോലെയുള്ള കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. നമ്മുടെ തൊടിയിലും മറ്റും വളർന്നിങ്ങനെ നിറച്ചു നിൽക്കുന്നതായ കറുക, കരിങ്കറുക എന്ന് പറയും. ആ കറുക ഉപയോഗിച്ച് മാറ്റാവുന്ന ഏറ്റവും പ്രധാനമായ ഒരു രോഗത്തിലൊന്നാണ് പാർക്കിൻസോൺസ്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു. ഗണപതിയുടെ ഇഷ്ട പൂജാദ്രവ്യമാണ് കറുക. സംസ്കൃതത്തിൽ ദൂർവ എന്ന പേരുള്ള കറുക ഹോമങ്ങളിൽ ദ്രവ്യമായും ഉപയോഗിക്കപ്പെടുന്നു. എത്ര പറിച്ചെടുത്താലും പിന്നെയും വളർന്നു വരുന്ന കറുക പ്രത്യുൽപാദനത്തിൻ്റെ ചിഹ്നം കൂടിയത്രേ. പുഷ്പമല്ലെങ്കിലും പുല്ലുപോലെയുള്ള കറുക അതിശീഘ്രം പടർന്നു പിടിക്കുന്ന പുൽച്ചെടി ആയുർവേദത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ്. ദൂർവാദി തൈലം, ദൂർവാദി യമകം, ദൂർവാഘൃതം, ഇത്തരത്തിലുള്ള ദൂർവയ്ക്ക് വ്രണരോപണത്വം, വ്രണങ്ങളെ ഉണക്കുവാനുള്ള കഴിവ് വളരെ പ്രസിദ്ധമാണ്. ശുദ്ധ ദൂർവാദി തൈലം, ദൂർവാദി കേരം, ദൂർവാദി യമകം, ദൂർവാഘൃതം, ഇവയെല്ലാം ദൂർവാദി എന്ന് പറയുന്ന ഈ കറുക കൊണ്ട്
കറുക നീരിൽ ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. നിലപ്പന വർഷക്കാലങ്ങളിൽ, പ്രത്യേകിച്ച് കർക്കിടകം ചിങ്ങമാസങ്ങളിൽ ധാരാളം കാണുന്ന ഒന്നാണ് നിലപ്പന. നിലപ്പന സ്ത്രീരോഗങ്ങളിൽ വളരെ ശ്രേഷ്ഠമാണ്. പുരുഷന്മാരിൽ ശുക്രരോഗങ്ങളിലും നിലപ്പന ഉപയോഗിക്കുന്നു. നിലപ്പനയിട്ട് കാച്ചിയ പാൽ അത്താഴപ്പുറമെ കഴിക്കുന്നത് ഒരു തരം സ്തംഭനമാണ്, ബ്രഹ്മണമാണ്, വൃക്ഷ്യമാണ്. നിലപ്പന കിഴങ്ങ് എൻ്റെ ഒരു രൂപാന്തരമാണ് ശ്വേതമുസലി എന്ന രീതിയിൽ വടക്കേന്ത്യയിൽ നിന്നും ധാരാളം പ്രചാരത്തിൽ വന്നിട്ടുള്ളതും. ആ ശ്വേതമുസലി ആയുർവേദം ശാസ്ത്രത്തിൽ പറയുന്ന, കേരളത്തിൽ ഉപയോഗിക്കുന്ന നിലപ്പനയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ചവനപ്രാശം മുതലായവയിൽ ചേരുന്ന നിലപ്പനയ്ക്ക് പകരം മാർക്കറ്റ് പിടിച്ചെടുക്കാൻ ശ്വേതമുസലി ധാരാളം ഉപയോഗിച്ചു വരുന്നതായി പത്രദ്വാര അറിയാൻ കഴിഞ്ഞു. രണ്ടും രണ്ടാണ്. മുസലിയുടെ ഗുണം, അതായത് നിലപ്പനയുടെ ഗുണം ശ്വേതമുസലിക്കുണ്ടോ എന്ന കാര്യം തെളിയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണപ്പെടുന്നതാണ്. പക്ഷേ കൂടുതൽ വർഷ ആരംഭത്തിൽ തുടങ്ങി വർഷ അവസാനം വരെ ധാരാളം ലഭ്യമാകുന്ന ഒന്നാണ് വിഷ്ണുക്രാന്തി. പ്രത്യേകിച്ച് ക്ഷേത്ര സമീപങ്ങളിൽ കല്ലുവെട്ടി ഇട്ടിട്ടുള്ള ഭാഗങ്ങളിൽ, പഴയകാലങ്ങളിൽ കല്ലുവെട്ടിയെടുക്കുന്ന ആ ഭൂമി ഒരു പ്രത്യേക തരത്തിലുള്ള മണ്ണായിരിക്കും. ആ ഭാഗങ്ങളിൽ ധാരാളം കാണപ്പെടുന്നു വിഷ്ണുക്രാന്തി. വിഷ്ണുക്രാന്തിയുടെ ഉപയോഗം രാത്രിജ്വരത്തിന്, ഒരു പ്രത്യേക അസുഖങ്ങളിൽ രാത്രികാലങ്ങളിലുണ്ടാകുന്ന പനിക്ക് വിഷ്ണുക്രാന്തിയുടെ കഷായം, ആരണ്യ തുളസീമൂലാദി കഷായം, അതിലെ ഒരു പ്രധാന ചേരുവയാണ് വിഷ്ണുക്രാന്തി. വിഷ്ണുക്രാന്തി അരച്ച് പാലിൽ ചേർത്ത് അല്പം കുരുമുളക് ചൂർണവും ചേർത്ത് കൊടുത്താൽ രാത്രിയിലെ ഉണ്ടാകുന്ന ജ്വരം അഥവാ പനി പെട്ടെന്ന് വിട്ടുമാറുന്നു. കുട്ടികളിലുണ്ടാകുന്ന രാത്രിപ്പനിക്ക് വിഷ്ണുക്രാന്തി വളരെ ശ്രേഷ്ഠമായൊരു ഔഷധമാണ്.